സോണിയയുടെ സിറ്റിംഗ് മണ്ഡലമായ റായ്ബറയിൽ നുപൂർ ശർമ്മ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എങ്കിൽ റായ്ബറയിൽ കടുത്ത പോരാട്ടമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. റായ്ബറയിൽ 2004 മുതൽ സോണിയാഗാന്ധി അത് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഈ 2024 ലോക്സഭാ ഇലക്ഷനിൽ സോണിയാഗാന്ധി റായ്ബറയിൽ നിന്നും മത്സരിക്കാത്തതിനാൽ മകൾ പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റം റായ്ബറയിലാണെന്നുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ പ്രിയങ്കയ്ക്ക് പോലും മത്സരിക്കാൻ പേടിയാണ്. പ്രിയങ്കയുടെ കന്നി തിരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് അവിടെ പ്രിയങ്ക തോൽക്കുമെന്ന് ഉറപ്പാണ്. പ്രിയങ്ക അവിടെ മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി കോൺഗ്രസ് പുതിയ കളം വലിച്ചു. ഡൽഹിയിൽ നിന്നും പുതിയ ഒരാളെ റായ്ബറയിൽ മത്സരിക്കാൻ കൊണ്ടുവരികയാണിപ്പോ. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJP കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു എതിരാളിയെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണിപ്പോ. വേറെ ആരുമല്ല, നുപൂർ ശർമ്മ. നുപൂർ ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയുന്ന ഒന്നാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുഹമ്മദ് നബിയെ കുറിച്ച് വിദ്വേഷ പരാമർശം നടത്തിയ വ്യക്തി കൂടിയാണ് ഇവര്. അന്ന് അറബ് രാഷ്ട്രങ്ങൾ ഇവർക്കെതിരെ വൻ പ്രതിഷേധമെല്ലാം ഉയർത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നപ്പോൾ BJP എന്ത് ചെയ്തു? കുറച്ചു കാലത്തേക്ക് നുപൂർ ശർമ്മയെ സസ്പെൻഡ് ചെയ്യുക വരെ ഉണ്ടായി. നുപൂർ ശർമ്മ ചില്ലറക്കാരിയൊന്നും അല്ല. കാരണം ഡൽഹി രാഷ്ട്രീയത്തിൽ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച 36-കാരിയാണ് നുപൂർ ശർമ്മ. അസംബ്ലി തെരഞ്ഞെടുപ്പില് ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെതിരെ ശക്തമായി മത്സരിച്ച ഒരു സ്ത്രീ സാന്നിധ്യം കൂടിയാണ് ഇവര്. അതിനാൽ തന്നെ സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു ക്രൈസിസിലാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 17 സീറ്റാണ് UPയിൽ കോൺഗ്രസിന് സമാജ്വാദി പാർട്ടി കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായിരുന്നു അമേഠിയും അതുപോലെ റായ്ബറേലിയും. അത് രണ്ടും കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഏകദേശം പോകുമെന്ന് ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2004 മുതൽ അമേഠിയിലും അതുപോലെ റായ്ബറേലിയിലും സോണിയാഗാന്ധി മത്സരിച്ച് വന്നിരുന്നത്. അമേഠിയില് BJP സ്മൃതി ഇറാനി ഇറക്കി കോൺഗ്രസിനെതിരെ ഇറക്കിയിരുന്നു. സ്മൃതി ഇറാനി അമേഠിയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് വല്ലാതെ പതറി. സ്മൃതി ഇറാനി അവിടെ പല പ്രൊജക്ട്സും കൊണ്ടുവന്നു. അത് ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായി. കാരണം എന്താണ്? രാഹുൽ ഗാന്ധി അവിടെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ച സമ്പൂർണ്ണ പരാജയമാകുന്നതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കൾ ഈ 2 സീറ്റിലും മത്സരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളും അമേഠിയിലും അതുപോലെ റായ്ബറയിൽ നിന്നും മത്സരിക്കാൻ തയ്യാറല്ല. കാരണം കോൺഗ്രസിന്റെ വൻ മരങ്ങൾ അവരുടെ തട്ടകത്തിൽ നിന്നും മത്സരിക്കാൻ പേടിക്കുന്നു. പിന്നെ എന്തിന് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലുള്ള കാശും കളഞ്ഞ് അവിടെ മത്സരിക്കുന്നു? ഇതാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഹിന്ദി പത്രങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഖിലേഷ് യാദവിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 2 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളാകാൻ അഖിലേഷിനോട് കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്ന്. അതായത് കോൺഗ്രസ് തന്നെ അവർക്കുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. നിലനിൽക്കുമോ എന്നുള്ള ഭയത്താൽ ഇപ്പോൾ രാജ്യത്ത് ഏത് സംസ്ഥാനം എടുത്താലും കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. കർണാടകയിൽ സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ മത്സരിക്കാൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കിട്ടാൻ പെടാപാടുപെടുകയാണ് അവര്. ഇപ്പൊ കോൺഗ്രസിലെ എവിടെയും മത്സരത്തിനിറങ്ങാൻ ആരും തയ്യാറാവുന്നില്ല. കർണാടകയെ എടുത്തു നോക്കുക തന്നെയാണെങ്കിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസിന് അനുകൂലമാണ്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇവര് ജയിച്ചാൽ തന്നെ കേന്ദ്രം കോൺഗ്രസ് പിടിച്ചെടുത്തില്ലെങ്കിൽ ജയിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് മറ്റു സംസ്ഥാനങ്ങൾ പോലും പറയുന്നത്. പറഞ്ഞു വരുന്നത് തകർച്ചയുടെ മറ്റൊരു പര്യായമാണ് കോൺഗ്രസ്. ഇപ്പോ ഇവിടെ അമേഠിയുടെ കാര്യത്തിൽ തന്നെ അമേഠിയിൽ മത്സരിക്കാൻ അവിടെയുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല. ഉള്ളത് മൊത്തം BJPയിലെ പോയില്ലേ. പിന്നെ ഉള്ളവര് തയ്യാറുമല്ല മത്സരിക്കാൻ. അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നും ഒരു കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നതും. അതുപോലെ അമേഠിയിലും റായ്ബറേലിയിലും മുഴുവൻ നിയമസഭാ സീറ്റുകളും BJP കൊണ്ടുപോയി. ഇതിപ്പോ
കോൺഗ്രസ് സീറ്റ് ഉണ്ടെങ്കിലും മത്സരിക്കാൻ ആരുമില്ലാത്ത ക്ഷാമമാണ് കാണുന്നത്. പേടിയാണ് തോൽക്കുമോ എന്നുള്ള പേടി. ഇനി നുപൂർ ശർമ്മ എന്ന പെൺപുലിയെ കൂടി BJP ഇറക്കി കഴിഞ്ഞാൽ റായ്ബറേലിയിൽ ഡൽഹി എന്നല്ല എവിടെ നിന്നും കോൺഗ്രസ് ആളെ ഇറക്കിയിട്ട് കാര്യമില്ല, വൻ പരാജയമാകുമെന്ന് ഉറപ്പാണ്.